ഹായ് കൂട്ടുകാരെ, ഞാൻ ഡോറ. ഇത് മങ്കി ബുജ്ജി. ഹായ് കൂട്ടുകാരെ, ഞാൻ ബൂജി. ഇത് മനുഷ്യന്റെ കുഞ്ഞു ഡോറ. നീ എന്നെ മനുഷ്യന്റെ കുഞ്ഞെന്ന് മാത്രം വിളിക്കാനായടാ ബുജി. നീ അപ്പൊ മനുഷ്യന്റെ കുഞ്ഞല്ലേ? ഡാ ബുജി, നീ നിന്റെ സ്ഥാനത്ത് ഇന്നച്ചാ മതി. ഞാൻ എന്റെ സ്ഥാനത്തൊക്കെ ഇരിക്കുന്നു. ഇനി ആ കൊമ്പത്ത് വരുന്നതാ എനിക്ക് കാണണം. ഇവിടെ മരമൊന്നും ഇല്ല, എല്ലായിരുന്നെങ്കിൽ നിന്നെ പിടിച്ച് കൊമ്പത്ത് കയറ്റിയേനെ. നീ പൈസൂടെ അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയില്ല. ഉമ്മി പറയും വാപ്പി പോയി എനിക്ക് ബെഞ്ചിനത് ഒരു വട്ടം തന്നെ 10 വെച്ചു കടയിൽ പോയി തേങ്ങ വെച്ചാൽ തേങ്ങ എന്ന് പറയും. എന്റെ വിധി. നീ എന്നെ വിട്ടു പോവാൻ നീ എന്താ എന്റെ ഭർത്താവ്? ഞാനെന്താ ഇല്ലൊന്നും ചെയ്യാത്തേ അറിയാം. എന്റെ വാപ്പി ഉമ്മ എന്നെ മര്യാദ പഠിപ്പിച്ചു. ആ മര്യാദയിലെ പോയല്ലേ ഈ തോക്കടി. ആ തോക്കെടുത്തിനും കൊല്ലും. ബുജിയെ, നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലാ? ചക്കര പൊന്നല്ലേ. അങ്ങനെ മര്യാദക്കന്നെ വഴി വാ. അപ്പൊ സ്കൂളൊക്കെ തുറന്നില്ലേ കൂട്ടുകാരെ? അപ്പോഴത്തേക്കും ഞാൻ ഉമ്മീനോട് ചോദിച്ചു, ഉമ്മി ബാഗ് ബാഗ് ബാഗ്. അപ്പൊ ഉമ്മ എന്നെ ചട്ടകം തല്ലി പുറത്താക്കി. അപ്പോൾ കൂട്ടുകാരൻ ഞാൻ ബുദ്ധി ഇതൊന്നുമല്ല ഇവിടെ സംഭവിച്ചു. ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. ഡോറ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ അങ്ങനെയല്ല. അമ്മേൻ്റെ ബാഗ് കണ്ടു എന്നാണ് അവൾ ചോദിച്ചത്. അപ്പോൾ അമ്മ ഇതേണ്ടിരിക്കുന്നു ബാഗ്. അപ്പോൾ വീണ്ടും ചോദിച്ചു അമ്മേൻ്റെ ബാഗ് കണ്ടു ഇതേണ്ടെന്ന് പറയും. അവൾ 10 വട്ടം പറഞ്ഞ് അമ്മയും 10 വട്ടം. ലാസ്റ്റ് അമ്മേൻ്റെ മത ഇളകി ചട്ടകം വെച്ച് അവളെ അടിച്ച് പുറത്താക്കി. കള്ള ബുജി എന്നെ ചതിച്ച്. ഹലോ സുഹൃത്തെ, നമ്മളിന്ന് പോകാൻ പോകുന്നത് ഡോറേൻ്റെ അപ്പൂപ്പൻ്റെ കൊച്ചുമോൻ്റെ വീട്ടിലാണ്. അവൻ്റെ പേര് പിക്സൽ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് വീടുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഫാൻസൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. അവരെയൊക്കെ വിളിച്ചോണ്ടൊക്കെ പോവാം. ഡോറാൻ്റെ ശവക്കല്ലാറ് കുഴിക്കേണ്ട സമയമാണ്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ മാപ്പിനോട് ചോദിച്ചു. അപ്പൊ മാപ്പ് പറഞ്ഞത് മല, മരം, കാട്, അപ്പൂപ്പൻ്റെ വീട്. വരൂ കൂട്ടുകാരെ, ഒന്നിച്ച് നമുക്ക് പോകാം. ഒന്നിച്ച് നമ്മൾ പോയാൽ വിജയം നമ്മുടെ കയ്യിൽ. പണ്ടാരം തള്ളേൻ്റെ പാട്ട് അവിടെ പോകാതെ സഹായിക്കണം. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇവിടെ വീട് കാണുന്നുണ്ടോ? വീട് കാണുന്നുണ്ടോ? ഡോറ, നിന്റെ പുറകിൽ വീടല്ലാതെ പിന്നെ എന്തോ അത് കൊട്ടാരവാ. നമ്മളങ്ങനെ വീട് കണ്ടുപിടിച്ചേ. വയ്യാത്തച്ഛൻ്റെ പണി പറയും. ഫാൻ്റെ ഇടി കൊണ്ടിട്ട് നടക്ക് വീട്ടിലോട്ട്. ബുജിക്കൊട്ട ഡോറ് തട്ട്. ആദ്യം പറയാൻ പഠിക്ക്, എന്നിട്ട് പറ. ചേട്ടാ വീട്ടിലാരെങ്കിലും ഉണ്ടോയ്? ആരാടാ വീട്ടിൽ? ചേട്ടാ ഇറങ്ങി വാ, ഞങ്ങൾ ഡോറ ബുജിയാ. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നേക്കും. അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് നോക്കിട്ട് വരാം. ആരാടാ? ഏതാണ് ഉച്ചക്ക് 2 മണിക്ക് എൻ്റെ ഉറക്കക്കളയാ വന്നാ? ചേട്ടാ, ഞാൻ ഡോറ, ഇത് ബുജി. അതിന് നിങ്ങളെ പ്രശ്നം എന്താ? ഞാനകത്ത് ഉറങ്ങുമല്ലായിരുന്നു. മനുഷ്യന് ഉറങ്ങാനും സംഭവിച്ചില്ല. ഇവിടെ ഞാൻ 6 മണിക്കാണ് ഇതേക്കുന്നത്. പോയിട്ട് 6 മണിക്ക് വാ. ഇത് നമ്മളെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ലെന്ന് തോന്നി. ബുജി പോയി പറഞ്ഞിട്ടോ. കള്ളക്കുറങ്ങ ചോദിക്കാൻ പറയാൻ എന്റെ വീട്ടിൽ കയറുന്നാണോ? ചേട്ടാ, ആ നിൽക്കുന്ന ഡോറാക്ക് വട്ട. ഞാൻ അല്ലൂർ ബിഗ് ഫാനെ പോലെ അന്ന് അഭിനയിച്ചാ മതി. അയ്യോ ഡോറ, ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ വലിയൊരു ഫാനാണ്. പ്ലീസ് ഒരു ഓട്ടോഗ്രാഫ് തരുമോ പ്ലീസ്? 500 തരാൻ 1500. മോന്റെ പേരെന്താ മോനെ? എന്റെ പേര് MC. എല്ലാരും എന്നെ വിളിക്കുന്നത് MC. നിങ്ങൾ എന്നെ വിളിച്ചോ MC? ഇപ്പൊ 500 വെച്ച് 2500 കൊടുക്കേണ്ട അവസ്ഥ വരും. നമ്മളൊരു ട്രിപ്പ് പോകുന്നുണ്ട് എന്റെ കസിന്റെ വീട്ടിൽ. വരുന്നാടാ നീ? ആക്ടിങ് ടൈം കഴിഞ്ഞ്. ടാറ്റാ ബൈ ബൈ. ഇത് എങ്ങനത്തെ ആളാണ്? ഇതാണാടാ ഫാൻ? പോയി പറഞ്ഞു മനസ്സിലാക്കടാ വീണ്ടും. 10,000 രൂപ വീട് വാക്സിൻ, അല്ലെങ്കിൽ ആ ചേച്ചിയെ കൊല്ലും. എന്തായാലും പൂജ്യന്റെ കാലൊന്ന് പിടിച്ചത് അവിടെ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഉറപ്പായും ട്രിപ്പിന് വരും. ഒരു കാര്യമുണ്ട്, ഫുഡ് ബാക്കിയെല്ലാം ചിലവ് നിങ്ങൾ നോക്കും. ഞാൻ ആസ്വദിച്ചു വരും. അതൊക്കെ നിങ്ങളേറ്റ് നീ വന്നാ മാത്രം മതി. ഡോറയുടെ കാര്യം തീരുമാനമായി. MC എന്തായാലും ഭാഗ്യം.